ഹലോ ഗായ്സ്, അങ്ങനെ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഫാൻറ്റം പോയി തിരിച്ചെത്തിയിരിക്കുന്നു. അതും പുതിയ ഒരു വേൾഡുമായിട്ടാണ്. ഈ വേൾഡ് ഞാൻ കളിക്കാൻ പോകുന്നത് ക്രിയേറ്റീവ് അല്ല, ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിലാണ്. ഞാൻ റോബോട്ടുമല്ല സംസാരിക്കുന്നത്. എന്തേലും ആട്ടെ. അതെ വന്നല്ലോ. ഓക്കെ, ഞാൻ നെറ്റ് ഓഫ് ആക്കി. ഇനി പരസ്യം വരില്ല. ഇതന്നെ ഫുള്ള് കറുപ്പാണല്ലോ. നമ്മൾ ട്രയൽ ചേമ്പർ തുടങ്ങിയതുപോലെ തന്നെ ഫുള്ള് കറുപ്പാണ്. ഈ സീരീസ് തുടങ്ങുമ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു കേവ് എക്സ്പ്ലോറർ സീരീസ് ആയിരിക്കും. എന്നെ സംഭവം എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. അപ്പം ഈ സീരീസ് തുടങ്ങാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും മുടങ്ങാതെ എല്ലാ എപ്പിസോഡും കാണണം. ഈ എപ്പിസോഡ് കണ്ടുപോയവർ അടുത്ത എപ്പിസോഡും മര്യാദയ്ക്ക് കണ്ടണം. ഓക്കെ, അപ്പം നമുക്ക് അധികം വൈകിക്കാതെ തുടങ്ങാം. ശ്വാസം 3, 2, 1. ക്രാഫ്റ്റിംഗ് ബിൽഡിംഗ്. എന്തോ ഒരു പോർഷൻ ഉണ്ടല്ലോ. കേവ് എക്സ്പ്ലോറർ. ഇത് ഫെദർ ഫോളിംഗ് ആണോ? എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട്. നോക്കാൻ പറ്റുന്നില്ല. ഇതെന്താ സംഭവം? കേവ് എക്സ്പ്ലോറേഴ്സ്. നിങ്ങളിത് കേൾക്കാം. Found a lush cave. Hello, little friend. ചെറിയ പ്രോബ്ലങ്ങൾ കാരണം ഒന്ന് ഓഫായി പോയി. അത് സാരമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാത്രം നിങ്ങൾ ഇന്നുകൊണ്ട് കാണും. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച പോലെയല്ല, മൈൻക്രാഫ്റ്റിന്റെ ഒറിജിനൽ ടെക്സ്റ്റൈൽസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് കളിക്കും ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിലാണ്. നമ്മൾ എങ്ങോട്ടാണോ അവിടെ എന്തോ കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവിടെ നിങ്ങൾക്ക് വല്ലതും കേൾക്കാവോ? സൗണ്ട് കൂട്ടിയില്ല. അല്ല, സൗണ്ട് കൂട്ടിയിട്ടാലും മൈക്കിന്റെ സൗണ്ട് കൂടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നാലും ഞാൻ കൂട്ടിയിട്ടുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? അയ്യോ കർത്താവേ, ഞാനിതിപ്പോ എവിടെയാ? അയ്യോ, ഇവിടെ അപ്പൊ അങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും. എങ്ങോട്ടാ? അങ്ങോട്ട്. അയ്യോ, ഇതെന്തോ ഇത്? ഇട്ടിട്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കത്തില്ലായിരിക്കും. എന്തുവാണ് ഇത്? ഇങ്ങോട്ടേക്കായിരിക്കും. അയണൊക്കെ മൈൻ ചെയ്ത് അതൊക്കെ കാർട്ട് ഈ ഒരൊറ്റ എപ്പിസോഡ് തന്നെ എനിക്ക് തീർക്കാനുള്ളതാണ്. ഇവിടെ ഭയങ്കര എനിക്കൊന്നും കാണത്തില്ല. വന്നല്ലോ. തിരിച്ചു പോണോ? എൻ്റെ മേലോട്ടാ. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എൻ്റെ വ്യൂവേഴ്സിനെ എനിക്ക് കുറയും. അതെനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല. കുറച്ച് ആൾക്കാർ പ്രത്യേകം കാണാനുണ്ട്. മിന്നൽ ബോയ് മാജിക് ഒക്കെ എൻ്റെ ഇതിരുന്ന് കാണുന്നുണ്ട്. എല്ലാവരും മിന്നൽ ബോയ് മാജിക്കിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ആരാടാ പണ്ണേ ഷാഡോ ലേഡി ലൂണ ഒരാളൊന്ന് സംസാരിക്കാൻ നിൽക്കുന്നില്ല. നമുക്കൊക്കെ കുഴവഴാന്നായിക്കോളും. സുധീർണനെ പോലെ എനിക്കും പഠിച്ചു. നിങ്ങൾക്ക് വല്ലതും കേൾക്കാവോ? എന്റെ മൈക്രോഫോൺ ഓൺ ശരില്ല. നല്ല വില്ലേജ് ആണ്. ഓപ്പൺ തന്നെയാണ്. ഇങ്ങനെ കാണിക്കും. ഇതാണ് ടൗൺ ഹാള്. എത്തി. ബിൽഡർ. Hello, village statue was destroyed during the collapse.
Could you help us? നമുക്ക് അത് ഇതിനകത്ത് പോയി നോക്കാം എന്നൊക്കെ. ഇത് നമ്മുടെ ട്രയൽ ചേമ്പർ പോലെ തന്നെയാണല്ലോ. ആദ്യം അടുക്കത്തെ സെലക്ട് ഗസ്റ്റ് സ്പൈ ഗ്ലാസ് ഗസ്റ്റ്. ഓക്കെ, നമുക്ക് ഇത് കാണിക്കുന്നുണ്ട്. റൈറ്റിലോട്ടേക്കാണ് കാണിക്കുക. നേരെ ഇവിടെ പാർട്ടിക്കിൾസ് കാണിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ട്യൂട്ടോറിയലിൻ്റെ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഇതെന്തോ ഇത് തെറ്റായിട്ടാണല്ലോ കാണിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആണ്. ഈ വീഡിയോയ്ക്ക് നല്ല ലെന്ത് വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഇന്ന് കുത്തിയിരുന്ന് കണ്ടോണം. ഇല്ലെങ്കിൽ എന്തോ എന്തെങ്കിലും ചെയ്യാം, നിങ്ങളോട് തീരുമാനിക്കാം. അയ്യോ, കുഴി എന്ന് പറഞ്ഞപ്പോഴാണ് ATGയുടെ ഓർമ്മ. എന്തെങ്കിലും ആട്ടെ, ഓണ്ട വീഡിയോയുടെ ലെന്ത് പെട്ടെന്ന് പോകും മനുഷ്യാവും. പോട്ടെ ചാടട്ടെ. നമ്മളിത് ഇവിടെ എത്തി. സ്പൈ ഗ്ലാസ് സ്പൈ ഗ്ലാസ് നോക്കാൻ. അപ്പോൾ നമുക്ക് ഇതങ്ങ് ചെയ്തേക്കാം. ഈ ക്വസ്റ്റാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്. യെസ്. എന്നെ ഒച്ചടാ. ഉയ്യോ, ഒച്ച ഫുള്ള് ഞാൻ കുറച്ച്, ഇനി നിങ്ങൾക്കും കേൾക്കാൻ പറ്റും. അയ്യോ, അവിടുത്തെ ഗ്യാദർ ദ മെറ്റീരിയൽസ് ഫോർ ദ സ്പൈ ഗ്ലാസ്. ഓക്കെ, ഇനി അങ്ങോട്ടാ പോകണ്ടേ? അയ്യോ, ഇത് പിന്നെ പരസ്യമാണ്. ഞാൻ നെറ്റ് ആക്കിയിടാം ഗൈസ്. ഓക്കെ, സെറ്റ്. എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഗ്യാദർ ദ മെറ്റീരിയൽസ് ഫോർ ദ സ്പൈ ഗ്ലാസ്. അയ്യോ ഗൈസ്, ശ്വാസം കിട്ടുന്നില്ല. നമുക്ക് മറ്റേ കോപ്പറും വേണം. കോപ്പറും അമത്തിസ്റ്റുമാണ് വേണ്ടത്. അത് രണ്ടും താഴോട്ടേക്കാണെന്നാണ് തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. പോട്ടെ. ഇങ്ങോട്ടേക്ക് തന്നെയാണ്. പിന്നെയും ഇങ്ങോട്ടേക്ക് കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് തന്നെ പോയേക്കാം. ചടിക്കോ. കോപ്പർ കേവ്, അമത്തിസ്റ്റ്. ഓക്കെ, എൻ്റെ അമ്മച്ചി. ആദ്യം നമ്മൾ ഏത് കളക്ട് ചെയ്യും? അമത്തിസ്റ്റ് ആണോ കോപ്പർ ആണോ? ആദ്യം നമുക്ക് കോപ്പർ കളക്ട് ചെയ്യാം. ബ്ലൂ കോപ്പർ കേവ്. ഓക്കെ, ഫുൾ ഇതാണല്ലോ, ഇരുട്ടാണല്ലോ. ബ്ലൂ കോപ്പർ കേവ് എന്ന് കാണിച്ചു. അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ. അയ്യോടാ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം പാർക്കോർ. ചെയ്ത് നോക്കാം. എൻ്റെ സ്കിൽസും കൂടെ വർദ്ധിപ്പിക്കണം. ചടിക്കോ. യെസ്, എത്തിപ്പോയി. ഇപ്പോൾ നോക്കിക്കോ, സുധിയണ്ണൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് കാണും. എനിക്ക് തോന്നി. സുധിയണ്ണൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളെ വെറുതെ കാണിച്ച് ബോറടിപ്പിച്ച് കാണിക്കണ്ട. എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഇങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പാർക്കോറെല്ലാം ഒന്ന് ചാടി കിടക്കട്ടെ. അങ്ങനെ ഗൈസ്, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പാർക്കോറെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് താഴെ വീഴാനൊക്കെ പോയി. അതെ, കോപ്പർ നമുക്ക് 1 മതി. 5 എണ്ണമോ? ആകെ 2 എണ്ണം മതി. ഇതിനകത്ത് വെച്ച് തന്നെ സ്മെൽറ്റും ചെയ്ത് വെച്ചോ. 64 കോപ്പർ ബ്ലോക്കോ? കോപ്പറല്ല, കോൾ ബ്ലോക്ക്. ഇനി അമത്തിസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ GOD GOD മറ്റേ വഴിക്കാണ്. നമ്മൾ ഇനി ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചു. 2 എണ്ണം ഉണ്ട്. മതി. ഇതന്നെ ശ്വാസം മുട്ടുന്നത് എനിക്ക്. അടുത്ത പാർക്കോറാണ്. ഇത് ഇച്ചിരി ബോറായിരിക്കും. നിങ്ങൾ പോയിട്ട് വരണ്ട, നിങ്ങൾ ഇന്ന് മര്യാദയ്ക്ക് കണ്ടോണം. താഴെ വീണനെ. ഞാൻ താഴെ വീണെന്നാണ് വിചാരിച്ചത്. ഓക്കെ, ഇനി മാർക്കോറൊന്നും ഇല്ലെന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തോന്നാണ് വലിയ സമയം ഇവിടെ വരെ. ഇതിനോട് എൻ്റെ ആർട്ട് പോകാത്തേ. എന്നെങ്കിലുമൊക്കെ എടുത്ത് ഓണാക്കിയിട്ടേച്ച് അവസാനം
ഇത് നെക്സ്റ്റ് എന്തായാലും ഒന്ന് പോയേക്കാം നമുക്ക്. എന്തായാലും ഒന്ന് പോയേക്കാം എന്നല്ല, ഇങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അമിത്തസ്റ്റ് ഗെയിം എന്നൊക്കെ എഴുതി കാണിച്ചു. ഇവിടെയും പാർക്കൂർ കണ്ടു കണ്ട് ഞാൻ എൻ്റെ കർത്താവേ, ഇത് എങ്ങോട്ടേക്ക് പോകണ്ടേ? ലെഫ്റ്റിലോട്ടും ഉണ്ട് റൈറ്റിലോട്ടും ഉണ്ട്. അത് ലെഫ്റ്റിലോട്ടേക്ക് പോകാം. എങ്ങോട്ടേക്കാ പോകുന്നത്? എങ്ങോട്ടേക്കാ പോകണ്ടേ? യെസ്, എനിക്ക് കുറച്ച് മുന്നേ ഡാമേജ് എടുത്തിട്ടില്ല. ഞാൻ ഡാമേജൊന്ന് ചാടി നോക്കട്ടെ. ഡാമേജ് എടുക്കുമെന്ന് അറിയാം. അങ്ങോട്ടേക്ക് വഴിയില്ല. ഡാമേജകത്ത് ചാടണോ? അവിടെ ഡാമേജ് ഉണ്ട്. ഇവിടെ തന്നെ എത്തി നമ്മൾ വെച്ചു. എന്തായാലും ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ, പിന്നെ എന്നാലും പൊക്കത്തൊന്ന് ചാടിയിട്ട് എന്നായിരിക്കും ഡാമേജ് എടുക്കാൻ. അത് നമ്മുടെ അമത്തിസ്റ്റ് അവിടെ തന്നെ ഉണ്ട്. മേളിലാണല്ലോ ഇത്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് അവിടെ ആയിരിക്കത്തില്ല, ചിലപ്പം എത്തുന്നില്ല എനിക്കത്. ചിലപ്പോൾ അങ്ങോട്ടേക്ക് ആയിരിക്കത്തില്ല, അവിടെ എനിക്ക് എത്തുന്നില്ല. ചിലപ്പോൾ അങ്ങോട്ടേക്ക് ആയിരിക്കത്തില്ല, എനിക്ക് എത്തുന്നില്ല. ഇനി ഇതിന്റെ മണ്ടലോട്ട് എന്റെ വീഡിയോ ഭയങ്കര ബോറാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ പിന്നെയും ചത്തു. ഞാൻ കളിച്ച സാഹസങ്ങളല്ല നിങ്ങളെ തന്നെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. എന്നാൽ സ്പീഡില്ല ഞാൻ അവിടെ എത്തിയെന്ന് കാണിക്കാവേ. സൂപ്പർ. വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിലും ഇങ്ങനെ, അല്ലാത്തപ്പോൾ ഞാൻ എന്നെ സ്പീഡിലാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഞാൻ നല്ല സ്പീഡിലാണ് ചെയ്തത്. ഇവിടെ വരെ ഞാൻ നിർത്താതെ ആരും വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഡ്രീമിന്റെ ഒരു ബിഗ് ഫാനാണ്. ഡ്രീമിന്റെ ദ കേവ്സിന്റെ ഫാനാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ആയി മാറിയത്. ഞാൻ ചടിക്കോ? യെസ്, എടുത്ത്. ചടക്കേ, കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയത്. ചടിക്കോ? ഞാൻ ചാടിയിട്ട് അന്നേരം അങ്ങ് ക്രൗച്ച് ചെയ്യുവാണ്. അന്നേരം താഴെ വീഴത്തില്ല നമ്മൾ, അല്ലേ? പിന്നല്ല, എന്നെ സമ്മതിക്കണം. ഇവിടെ നിന്നിട്ട് ഓടിച്ചാടി അങ്ങോട്ടേക്ക് കയറിയാൽ മതി. പിന്നല്ലാതെ സുധിയണ്ണനെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം. ഇതെവിടാ? ഞാൻ താഴോട്ടേക്ക് ചാടാൻ പോകുന്നു. അവിടെ ജിയോയിലുണ്ട്. ഇങ്ങോട്ടേക്ക് അതെ, ഇവിടെ CP-കളൊക്കെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇനി നമുക്ക് ഈ ക്രിസ്റ്റൽ അങ്ങ് പൊട്ടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഷാർപ്പായി കിട്ടും. ഇത് എത്ര ഷാർട്ട് എല്ലാം ഇരിക്കട്ടെ. നമുക്കൊരു സ്പൈ ഗ്ലാസ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. സ്പൈ ഗ്ലാസ് പറ്റുന്നില്ല ഗൈസ്. ഓ മൈ ഗോഡ്, വീട്ടിലോട്ടുള്ള വഴിയും അറിഞ്ഞൂടാ. ഇവിടെ അടുത്ത പാർക്കൂർ. എന്തൊരു കഷ്ടമാണെന്ന് ചോദിച്ചാണീന്ന്. ഫുള്ള് പാർക്കൂർ. പിന്നെ ഇതിൻ്റെ ഒക്കെ ഫാൻ ആയതുകൊണ്ട് അതൊന്നും സീനില്ലായിരിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കണം. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യിപ്പിക്കാം ഞാൻ. പിന്നെ എൻ്റെ കസിൻ അനിയനായ മിന്നൽ ബോയ് മാജിക്കിനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അഭ്യർത്ഥനയല്ല, ആജ്ഞയാണ്. എനിക്ക് സംവിധാനം ചെയ്യും, കൂടെ എൻ്റെ സംവിധാനം. ഇതെന്നെ ഭിത്തിയിലൊക്കെ ഇടിച്ചു പോകുന്നത്. പെട്ടെന്നൊന്ന് പോ. ഇതിപ്പോ എവിടാ? ഹോമിലോട്ടുള്ള വഴിയാണ്. ഇവിടെ എത്തിയോ? റിട്ടേൺ ടു ദ ഗാർഡൻ ആണ് ഇങ്ങനെ. എന്തായാലും അവിടെയും കൂടെ ചെന്നിട്ട് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. നാളെ രാവിലെ ആയിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ ഇത് ഡേറ്റ് പറയുവാണെങ്കിൽ, ഡേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഉണ്ടാവും, എടുത്തേക്കാം. ഇതിനകത്ത് നമ്മൾ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കി. ഇത് ഇനി ആ പുള്ളിക്കാരനെ കൊണ്ട് കൊടുക്കാം. ഇപ്പോഴേ ഉണ്ടാക്കണ്ടായിരുന്നു. പണി കിട്ടുമോ എന്തോ, എനിക്കറിഞ്ഞൂടാ. എന്താകും എന്ന് ഒന്നുകൂടെ ക്രാഫ്റ്റ് ചെയ്യേണ്ടതായി. അവിടെ ചെന്നിട്ടായിരുന്നു ക്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഒന്ന് ചെന്ന് നോക്കട്ടെ. എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നു. ക്രാഫ്റ്റ് സ്പൈ ഗ്ലാസ് ഉപയോഗിക്കും ഞാൻ. We can test it together. Okay, done.
You can use to okay. അതും തന്നു. ഓക്കെ അതും തന്നു. അയ്യോ അങ്ങനെ അല്ലായിരുന്നു. ഇനിയിപ്പം ഓൾറെഡി ചെയ്യണ്ടായിരുന്നു അതപ്പം. ബോർട്ടിക്വസ്റ്റ്. അയ്യോ ഞാൻ അറിയാതെ അത് ഗൈസ് ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളെ ഇത്ര നേരം കാണിച്ചു, അതായത് ആ കെയ്വ് കയറിയപ്പോൾ മുതലുള്ളത് ഞാൻ ഒന്നുകൂടെ ചെയ്യേണ്ട വന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ 2 മിനിറ്റ് കൊണ്ട് അത് തീർത്തു. അപ്പം ഒന്നുകൂടെ ചെയ്യാം. ഇതൊന്ന് പെട്ടെന്ന് സ്മെൽറ്റ് ആവട്ടെ. ഈ ഓർമ്മ കിട്ടുള്ളൂ. 2 ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കിട്ടിയിട്ടുണ്ട്. അയ്യോ മമ്മമായ അജാലമേ എവിടെ പോയി? നമുക്ക് ഇതിൻ്റെ മണ്ടേ കൂടെ കയറാം. പുള്ളിക്കാരൻ ചിലപ്പം അവിടെ കാണുമായിരിക്കും. അയ്യോ അതിനകത്ത് ഞാനിപ്പം ചാറ്റിനകത്ത് ടവർന്ന് കണ്ടായിരുന്നു, പക്ഷെ ഞാൻ വായിച്ചു നോക്കിയില്ല. എന്നാലും സാരില്ല. പുള്ളിക്കാരൻ അവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരായി എന്താണ് കുഴപ്പം? ടോക്ക്. ക്യാൻ യു ഹാൻഡ് മീ ദ സ്പൈ ഗ്ലാസ് പ്ലീസ്? യെസ് ചെയ്തോളൂ. എന്താണ് സംഭവം? വെയിറ്റ് ഈസ് ദാറ്റ് ലുക്ക് അറ്റ് അത് നമ്മൾ ഗോളത്തിനെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മളത് സൂം ചെയ്ത് കാണണം. കാണുന്നില്ല. കാണാം ഇപ്പൊ കാണാം. ഗോളം അവന്മാരെല്ലാം കൊല്ലുന്നുണ്ട്. യെസ് ലുക്ക് അറ്റ് ദം ഫ്ലൈ. ബാം ഏരിയ റിപ്പയർഡ്. താങ്ക് യു ബ്രോ. പുള്ളിയല്ലേ എൻ്റെ അടുത്ത് താങ്ക് യു പറയണ്ടേ, ഞാൻ എന്തിനാ താങ്ക് യു പറയുന്നേ? ഓക്കെ അയ്യോ ഒന്നോടെ ടോക്ക് ചെയ്യാം. നോ യു ആർ വെൽക്കം. ഐ എം ഗോയിങ്. ബൈ ബൈ. ഓക്കെ തീർന്നില്ലേ? തീർന്നു. അപ്പം നമുക്ക് തിരിച്ചവിടെ പോയിട്ട് ഔട്ട്ഡ്രോ പറയാം. അവിടെ ചെന്നിട്ട് നമുക്ക് ഔട്ട്ഡ്രോ പറയാം. ഇത് എന്തുവാ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഒന്ന് പെട്ടെന്ന് പോട്ടെ താഴെ. എന്തെങ്കിലും ചെല്ലുമെന്ന് തോന്നുന്നില്ലല്ലോ. പെട്ടെന്ന് നമുക്ക് ഔട്ട്ഡ്രോ പറയുന്നിടത്ത് പോവാം. അതായത് ടൗൺ ഹാൾ അവിടെ തന്നെ. വീഡിയോയുടെ ലെന്ത് എന്തായാലും ആയോ എന്തോ. താഴോട്ടേക്ക് എടുത്തിട്ടങ്ങ് ചാടല്ലേ. ചാടി. അത്രയേ ഉള്ളു. അയ്യോ നമ്മൾ തിരിച്ചു വന്ന വഴി അതായിരുന്നു. പിന്നെ അയ്യോ റിവ്യൂവിനകത്തോട്ട് ചാടി എന്നെ എടുത്തിട്ട്. ഇത് എന്നതൊക്കെ ആണെന്തോ. ഈ വഴിയൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഞാൻ തന്നെയാണ് എടുത്തിട്ട് ചാടിയത്. അത് വേറെ കാര്യം. ഇതല്ലേ ടൗൺ ഹാള്? അയ്യോ ഇത് ടൗൺ ഹാളല്ല. എവിടെയായിരുന്നു ടൗൺ ഹാള്? അതേണ്ട ടൗൺ ഹാളിൻ്റെ അടുത്തോട്ട് നമ്മൾ പെട്ടെന്ന് പോകണം. എന്നിട്ട് ഇങ്ങനെ ഔട്ട്ഡ്രോ പറയും. മൈക്കോണോ? മൈക്കോണോ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പിന്നെ പറയണ്ട അങ്ങനെ. യെസ് അങ്ങനെ ഇതെന്തോ സാധനത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോന്നു. ഫിനിഷ് ചെയ്യാൻ പോന്നു. അപ്പോൾ ബൈ ഗൈസ്. അപ്പം നാളത്തെ എപ്പിസോഡിൽ എല്ലാവരും വന്നേക്കണം. എല്ലാവരും ഈ എപ്പിസോഡ് ഇരുന്ന് കാണണം. ബൈ. ഓഫായോ?